എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്തിനാണ് ചൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഷെയർഡ് ഹോസ്റ്റിംഗ് മതിയല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് തന്നെ ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒരു 5-6 വെബ്സൈറ്റുകളെ ഒരൊറ്റ സെർവറിൽ ഒരൊറ്റ പേയ്മെൻറ്റിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ്, ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അതായത് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാക്ക് ബോൺ ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി, പെർഫോമൻസ് ഒക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ വേണം. അപ്പോൾ തുടങ്ങി വെക്കാൻ നിങ്ങൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണെങ്കിലും നിങ്ങൾ പിന്നീട് ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ക്ലൗഡ്, ആമസോൺ ക്ലൗഡ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഹൈ എൻഡ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലൗഡ് അല്ലെങ്കിൽ ആമസോൺ ക്ലൗഡ്. ഇപ്പോൾ വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ ഈ ആമസോൺ ക്ലൗഡിലും ഗൂഗിൾ ക്ലൗഡിലും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതേപോലെ തന്നെ ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ഒരു സാധാരണപ്പെട്ട ആളുകൾക്കും ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിളിൻ്റെയും ആമസോണിൻ്റെയും ഒക്കെ പ്രൈസിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. എന്നാൽ അതേപോലെ തന്നെ ഒരു ക്ലൗഡ് ഹോസ്റ്റിംഗ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഓഷ്യൻ, വൾച്ചർ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയും സാധിക്കും. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതാണ് ക്ലൗഡ് വേസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലൗഡ് വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഞാൻ കാണിച്ചു തരാം. ക്ലൗഡ് വേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സെർവറാണോ, നിങ്ങൾക്ക് ഡിജിറ്റൽ ഓഷ്യൻ്റെ സെർവറാണോ, അതോ നിങ്ങൾക്ക് വൾച്ചറിൻ്റെ സെർവറാണോ, ആമസോണിൻ്റെ സെർവറാണോ, ഗൂഗിൾ ക്ലൗഡിൻ്റെ സെർവറാണോ, നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് അതിലേക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്ററി സർവീസാണ് ക്ലൗഡ് വേസ് എന്ന് പറയുന്നത്. ക്ലൗഡ് വേസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കൊക്കെ ഇനി അങ്ങോട്ട് ആവശ്യം. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഇനി ടെക്നിക്കലി ഹൈലി സ്കിൽഡ് ആകാനായിട്ട് പോകുന്ന ആളുകളാവണമെന്നില്ല. ഇപ്പം വെബ് ഡെവലപ്പേഴ്സ് ഉണ്ടാവാം, പക്ഷേ അല്ലെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിരിക്കാം. നമ്മളുടെയൊക്കെ വെബ്സൈറ്റ് ഒന്ന് ഡീൽ ചെയ്യാൻ, സ്വന്തമായി തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കാൻ ക്ലൗഡ് വേസ് പോലെ ഒരു പ്ലാറ്റ്ഫോമാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലൗഡ് വേസിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അതിനകത്ത് മൾട്ടിപ്പിൾ സൈറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് സൈറ്റ്സ് ഇട്ടിരിക്കുന്നത്, അതിനകത്ത് സെർവേഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ്, നമുക്ക് എങ്ങനെയാണ് പുതിയൊരു സെർവർ ലോഞ്ച് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് പുതിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേയും ഞാൻ ക്ലൗഡ് വേസിനെ പറ്റി ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മെയിൻലി സെക്യൂരിറ്റി, അതുപോലെ തന്നെ പെർഫോമൻസ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ചാറ്റ് സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് വേസ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. 3 days നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഉണ്ടാവും. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എനിവേ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ഭാവിയിൽ, ഇന്ന് അല്ലെന്നുണ്ടെങ്കിൽ നാളെ ആണെങ്കിലും നിങ്ങൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിലാണ്. ക്ലൗഡ് വേസിൻ്റെ വെബ്സൈറ്റിലാണ്. ക്ലൗഡ് വേസ് ബൈ ഡിജിറ്റൽ ഓഷ്യൻ. ഡിജിറ്റൽ ഓഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് സെർവർ നൽകുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി തന്നെയാണ് ഇപ്പോൾ ക്ലൗഡ് വേസ് ഓൺ ചെയ്യുന്നത്. ക്ലൗഡ് വേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് റിലയബിൾ എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവുക എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. നമുക്ക് വിശ്വസിക്കാനും പറ്റും, കാരണം കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 3 days ഫ്രീ ട്രയൽ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് സൈനപ്പ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സൈനപ്പ് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഒന്ന് നമ്മുടെ പെർഫോമൻസ് ആണ്, മറ്റൊന്ന് ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി. നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് സപ്പോർട്ട് 24/7 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെർവറിൻ്റെ അപ് ടൈം എന്ന് പറയുന്നത്, ഇതൊക്കെ അത്യാവശ്യം വെബ്സൈറ്റുകളെ പറ്റി ഡീൽ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടറിയാം. അപ് ടൈം നമുക്ക്, അതായത് നമ്മുടെ സെർവർ അപ് ടൈം ആയിട്ട് തന്നെ നിൽക്കണം. പലപ്പോഴും ഡൗൺ ആയാലും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പം 99.99% ആണ് നമുക്ക് അപ് ടൈം ഉള്ളത്. ഇവിടെ പ്രൊഡക്ട്സിൽ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഓഷ്യൻ ഉണ്ട്, വൾച്ചർ ഉണ്ട്, ലിനോഡ് ഉണ്ട്, AWS, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ആമസോൺ. അതുപോലെ തന്നെ
ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ്, വേർഡ്പ്രസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം, ലാറാവൽ ഉണ്ട്, മെജന്തോ ഉണ്ട്, വൂക്കമേഴ്സ്, അതുപോലെ തന്നെ PHP. ഈ 5 ടൈപ്പ് ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ക്ലൗഡ് സെർവർ ചൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. മെയിൻലി നിങ്ങൾ ഇതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം ഒന്ന് ഓർക്കുക. ഇവിടെ നമുക്ക് സപ്പോർട്ടിന് നമുക്ക് ടിക്കറ്റ്, അതുപോലെ തന്നെ ഓരോ ആവശ്യത്തിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലാതെയുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസും കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന്, ഇതിപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്ന ഓരോരോ ചാറ്റ്സിൻ്റെ അപ്ഡേറ്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ട് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എനിക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത്, നമുക്ക് നിങ്ങൾ ഇപ്പോൾ ഉള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡിജിറ്റൽ ഓഷ്യനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ പലതരം സെർവേഴ്സ് ഉണ്ട്. ഡിജിറ്റൽ ഓഷ്യൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 TB ബാൻഡ് വിഡ്ത്ത്, അതുപോലെ തന്നെ 1 GB ഈ ഒരു പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് $14 മാസം ഉണ്ടാവുക. 2 GB ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് $28. ഇത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ റേറ്റ് കുറച്ചുകൂടെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലിനോഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴും നിങ്ങൾക്ക് 1 GB ഉപയോഗിക്കുന്നതിന് $14. എന്നാൽ ആമസോണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 1 GBക്ക് $20 കോസ്റ്റ് വരുന്നത്. ഗൂഗിൾ ക്ലൗഡിലേക്ക് വരുമ്പോൾ അത് 1.75 GBക്ക് $37 കോസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും തരുന്ന ക്ലൗഡ്? ഗൂഗിളിൻ്റെ ക്ലൗഡ് എന്ന് പറയുന്നത് ഹൈലി സെക്യൂർഡും അതുപോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഗൂഗിളിനെ നമുക്കറിയാവുന്നതുപോലെ അവരുടെ ഒരു ട്രസ്റ്റിലുള്ള ആ ഒരു കോസ്റ്റും കൂടെയാണ്. ഇത്രയും വലിയ ഡേറ്റ സൂക്ഷിക്കുന്ന ഒരു കമ്പനിയിൽ നമ്മുടെ ഡേറ്റ സുരക്ഷിതമായിരിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിനാണ് കൂടുതലും പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ സെർവറിൻ്റെ പെർഫോമൻസും അതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഞാൻ ഡിജിറ്റൽ ഓഷ്യനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലാൻസ് ഏതൊക്കെ ചൂസ് ചെയ്യണം, മന്ത്ലി എത്രയൊക്കെ വരെ വരാം എന്നുള്ളതൊക്കെ നമുക്കിവിടെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്ലാനും ഉണ്ട്, പ്രീമിയം പ്ലാനും ഉണ്ട്. സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് $11 കോസ്റ്റ് വരികയുള്ളൂ. പിന്നെ ഈ ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെർവർ ഇരിക്കുന്നതിൻ്റെ നമ്മുടെ ഡേറ്റ എവിടെ നിന്നാണ് തരേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഡേറ്റാ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂയോർക്ക്, ആംസ്റ്റർഡാം, ബാംഗ്ലൂർ, ഫ്രാങ്ക്ഫർട്ട്, ലണ്ടൻ, സാൻ ഫ്രാൻസിസ്കോ, സിംഗപ്പൂർ, സിഡ്നി, അതുപോലെ തന്നെ ടൊറൻറ്റോ, ഇത്രയും സ്ഥലങ്ങളിൽ ഡേറ്റാ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നിയർ ബൈ, ഇപ്പോൾ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും ചൂസ് ചെയ്യുക. ഇനി ബാക്കി US അവർ ചിലപ്പം അത് റിലേറ്റഡ് അവരുടെ ഏറ്റവും നിയർ ബൈ പ്ലേസ് ഏതാണോ, ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ അവർ സിഡ്നി ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും യൂസേഴ്സ് വരുന്നത് ഏത് സ്ഥലത്തു നിന്നാണോ, അവരുടെ സെർവർ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഡേറ്റാ സെൻറ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതെല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. ഇനി ക്ലൗഡ് വൈസിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇപ്പോൾ 2 സെർവർ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 5 ആപ്ലിക്കേഷൻസും. 2 സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഡക്ട്സിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഡിജിറ്റൽ ഓഷ്യൻ, ഇതിലെല്ലാം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ ഓഷ്യൻ്റെ സെർവേഴ്സാണ്. ഇതിലെ 2 സെർവറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വേർഡ്പ്രസ്, ലാറാവൽ, ഇതിനകത്ത് ഈ സെർവറിനകത്ത് എന്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്? വെബ്സൈറ്റുകളാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് 5 ആപ്ലിക്കേഷൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂ ഓൾ യുവർ സെർവേഴ്സ്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 1 GB സെർവർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു 4 GB സെർവർ ഞാൻ യൂസ് ചെയ്യുന്നതും കാണാം. അപ്പോൾ ഈ 4 GBക്ക് ഞാൻ സെപ്പറേറ്റ് എമൗണ്ടും അതുപോലെ തന്നെ 1 GBക്ക് ഞാൻ സെപ്പറേറ്റ് എമൗണ്ടുമാണ് കൊടുക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻസ് ഞാൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഇപ്പം 2 സെർവറുണ്ട്. യുവർ സെർവർ എന്നുള്ള ഈ പേരിൽ എനിക്ക് കിടക്കുന്ന വെബ്സൈറ്റ് ലേൺ വിത്ത് സുബിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ സുബിൻ യൂസഫ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിലാണ്. അതുപോലെ തന്നെ ഡിജിമാർക്ക് അക്കാഡമിയുടെ ഒരു ക്ലോൺഡ് സൈറ്റും ഞാൻ എൻ്റെ ആ ഒരു സെർവറിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സെർവേഴ്സിൽ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിമാർക്ക് എന്ന് പറയുന്ന എൻ്റെ അക്കാഡമിയുടെ സെർവറിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായി 2 സൈറ്റുകളാണ് അതിനകത്തുള്ളത്. ഒന്ന് മൂവി വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പേരൻറ്റ് കമ്പനിയുടെയും അതുപോലെ തന്നെ ഡിജിമാർക്ക് എന്ന് പറയുന്ന നമ്മളുടെ അക്കാഡമിയുടെ മെയിൻ വെബ്സൈറ്റും ഈ ഒരു സെർവറിലാണ് ചൂസ് ചെയ്യുന്നത്. ഹൈ എൻഡ് പെർഫോമൻസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 4 GB ആണ് ഞാൻ അതിന്
കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള സൈറ്റുകൾക്ക് എനിക്ക് അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് 1 GB സെർവർ മതി. ഇനി ഈ സെർവറിൽ തന്നെ എനിക്കിനി എന്ത് ചെയ്യാം, എനിക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഓരോരോ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർവറിലേക്ക് വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇനി പുതിയതായി ഒരു സെർവർ എങ്ങനെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആഡ് സെർവർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ എന്ത് ടൈപ്പ് വെബ്സൈറ്റുകളാണ് നിങ്ങൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അത് വേർഡ്പ്രസ് ആണോ, അതോ വുക്കമേഴ്സ് ആണോ, PHP ആണോ, ലാറാവെൽ ആണോ, മജന്തോ ആണോ, ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനിവിടെ വേർഡ്പ്രസ് ചൂസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഇപ്പം നമുക്കിവിടെ സൂപ്പർ പ്രൊഫൈൽ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ നെയിം ഇടുന്നു. എൻ്റെ ഒരു പുതിയ വെബ്സൈറ്റ് ആണെന്ന് കരുതുക. അതിൻ്റെ സെർവറിൻ്റെ നെയിം എന്ന് പറയുന്നത്, ഇതൊരു പുതിയ സെർവറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ സെലക്ട് യുവർ പ്രോജക്റ്റ് എന്നുള്ളത്. ഇനിയാണ് നമ്മളിവിടെ നമ്മുടെ സെർവേഴ്സ് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ആമസോൺ വേണോ, ഗൂഗിൾ ക്ലൗഡ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഞാനവിടെ 2 സെർവർ ഡിജിറ്റൽ ഓഷ്യൻ്റെ ചൂസ് ചെയ്തതുപോലെ നിങ്ങൾക്കും ചൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഡിജിറ്റൽ ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ 1 GBക്ക് $14, സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 GBക്ക് $11 മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പ്രീമിയം ജസ്റ്റ് ചൂസ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഡാറ്റാ സെൻറ്റേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു. എനിക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ് വേണ്ടതെങ്കിൽ ബാംഗ്ലൂർ ഞാൻ കൊടുക്കുക. എൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ഡാറ്റാസും അതുപോലെ യൂസേഴ്സിനുള്ള ഡാറ്റയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലം, നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലം ആണ് എവിടെ നിന്നാണ് ഞങ്ങൾ അയക്കേണ്ടത് എന്നുള്ളതാണ്. ബാംഗ്ലൂർ ആയിരിക്കും നമ്മളുടെ ഡാറ്റാസൊക്കെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിലേക്ക് അയക്കാൻ എളുപ്പമായിരിക്കും അവർക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ. ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സേ ഉള്ളൂ, പക്ഷേ അതിലും കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡാറ്റാ സെൻറ്ററൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ലോഞ്ച് നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 3 സെർവർ ക്രിയേറ്റ് ആയതായിട്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാം സൂപ്പർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പുതിയ സെർവർ ക്രിയേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിനി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ഈ സെർവറിലാണോ ഒരു ഇത് ആഡ് ചെയ്യേണ്ട ഒരു പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊരു അപ്രോക്സിമേറ്റ് പുതിയൊരു സെർവർ സെറ്റപ്പ് ചെയ്ത് വരാൻ വേണ്ടി എടുക്കുന്ന സമയം 6 മിനിറ്റാണ്. അപ്പോൾ ഈ 6 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മളൊരു പുതിയ ആപ്ലിക്കേഷൻ, അതായത് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പുതിയൊരു വെബ്സൈറ്റ് ഒരു സെർവറിലേക്ക്. അപ്പോൾ നമ്മളൊരു സെർവർ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കും എന്താണ്, നമുക്ക് ഏത് സെർവറിലേക്കാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി അറിയാം, ഡിജിമാർക്ക് എന്ന് പറയുന്ന സെർവറിൽ നമ്മൾ 4 GB സ്പേസ് ആണ്. യുവർ സെർവർ എന്ന് പറയുന്നത് എൻ്റെ 1 GB സ്പേസ് ആണ്. സൂപ്പർ പ്രൊഫൈൽ എന്നുള്ള സെർവർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 1 GB പ്രീമിയം സെർവറാണ്. ഇതിലേത് സെർവറിലാണ്, ഓക്കെ, ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ഈസ് ആൻ ഓപ്പറേഷൻ പ്രോഗ്രസ് ഇൻ ദിസ് സെർവർ. അതായത് ഈ സെർവർ ഇപ്പോഴും സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ സെറ്റപ്പ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് മറ്റൊരു സെർവറിലേക്ക്, ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ള വെബ്സൈറ്റ്, ഇപ്പം ഈ യുവർ സെർവർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ സെർവറിൽ എനിക്ക് ഓൾറെഡി 2 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്, 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഇത് കൂടാതെ ഒരു ആപ്ലിക്കേഷനും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, യുവർ സെർവർ ചൂസ് ചെയ്യുന്നു, ആഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി ആപ്ലിക്കേഷൻ്റെ നെയിം എന്താണ്, ഓക്കെ, നമ്മൾ വേർഡ്പ്രസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ലേണിംഗ് ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് മാത്രം ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയൊരു സെർവർ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സെർവറിൽ ഒരു ആപ്ലിക്കേഷനും കൂടെ ആഡ് ആവുന്നു. ഇതിന് അപ്രോക്സിമേറ്റ് 2 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന 5 എണ്ണമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷനും കൂടി ഇവിടെ വരണം, ലേണിംഗ് ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു വെബ്സൈറ്റ്. ഇപ്പോൾ ഈ കാണുന്നത് വെബ്സൈറ്റാണ്, സുബിൻ യൂസഫ് എന്നുള്ളത് ഒരു വെബ്സൈറ്റാണ്.
അതിന് നമ്മളിവിടെ ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഡിജിമാർക്ക് അക്കാഡമിയുടെ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ എന്ന് ഇവിടെ നമ്മൾ പറയുന്നത്, ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സെർവറിനകത്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെർവറിനകത്ത് ഇപ്പോൾ ഇവിടെ സുബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരു സെർവർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ആ സെർവറിൽ അത് എൻ്റെ ഒരു പേഴ്സണൽ സൈറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാം. മറ്റേത് 4GB സെർവറിനകത്തുള്ളത് ഡിജിമാർക്കിൻ്റെ സൈറ്റിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വെബ്സൈറ്റ് ഞാനിവിടെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോരോ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സെർവറിലുള്ളത്. അപ്പോൾ സെർവേഴ്സ് നമുക്കിവിടെ മാറ്റി മാറ്റി ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡിജിമാർക്ക് സെർവറിലാണെന്നുണ്ടെങ്കിൽ 2 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിമാർക്ക് അക്കാഡമിയുടെ മെയിൻ വെബ്സൈറ്റും അതുപോലെ തന്നെ മൂവി വേൾഡിൻ്റെ സൈറ്റുമുണ്ട്. അപ്പോൾ മൂവി വേൾഡിൻ്റെ ഈ ഒരു സൈറ്റിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലോഞ്ചായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഈ ഒരു സെർവറിൽ ചൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്, ഡിജിമാർക്കിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ എൻ്റെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൂവി വേൾഡിൻ്റെ വെബ്സൈറ്റ്, ഇതെല്ലാം നമ്മൾ ക്ലൗഡ് ബേസിൽ പല പല സെർവറുകളിലായിട്ടോ ഒരു സെർവറിൽ തന്നെയായിട്ടോ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഈ സൈറ്റ് ലോഡ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുത്തിരുന്നു, എന്നാൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് വന്നിരുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന സെർവേഴ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. 4GB സെർവർ ആകുമ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസ് ഉണ്ടാവും. 1GB സെർവറിൽ ഒരു സൈറ്റ് 2 സൈറ്റൊക്കെ ആണെങ്കിലും ഓക്കെ, ഒന്നിൽ കൂടുതൽ സൈറ്റുകൾ ഇടുമ്പോൾ സെർവർ കപ്പാസിറ്റി കുറച്ച് കൂട്ടി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. ലേൺ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന നമ്മളുടെ പുതിയ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ പുതിയ വെബ്സൈറ്റ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡ്പ്രസ് സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് ഡൊമൈൻ ഒന്നും ആവശ്യമില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വേർഡ്പ്രസ് സൈറ്റ് ക്രിയേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും ഉണ്ട്. അപ്പോൾ അഡ്മിൻ പാനലിലേക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് അതിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ ഇവിടുന്ന് അതിൻ്റെ പാസ്വേഡും കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം. അങ്ങനെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വേർഡ്പ്രസ് സൈറ്റ് സെറ്റപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ദിവസം ഫ്രീ ട്രയലിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വേർഡ്പ്രസ് സൈറ്റ് സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത പുതിയ സെർവർ അതിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അതിൻ്റെ അഡ്മിൻ പാനലിൻ്റെ URL ഉണ്ട്. നിങ്ങളുടെ ഡൊമൈൻ ഒന്നും കണക്ട് ചെയ്യേണ്ട. നിങ്ങൾ ഭാവിയിൽ ഈ വെബ്സൈറ്റ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊമൈൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വരിക. ഇവിടെ ആഡ് ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഡൊമൈൻ ആഡ് ചെയ്യുക. അതിന് പ്രൈമറി ഡൊമൈനായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഇതിന് മുന്നേയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, നിങ്ങൾക്ക് സുബിൻ യൂസഫ് എന്നുള്ളത് ഞാൻ കണക്ട് ചെയ്തത്. എനിക്കും ആദ്യം ലഭിച്ചിരുന്നത് ഇതുപോലെ തന്നെ ഇരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നീട് ഒരു ഡൊമൈൻ ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതിനെ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ലേൺ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്താൽ ആ ഡൊമൈൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്കിവിടെ സേവ് ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ക്ലൗഡ് ബേസ് പ്ലാറ്റ്ഫോമിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ബില്ലിങ്ങും അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ ടൈമിൽ നമുക്ക് ഇപ്പോൾ എത്രയായി ഇതിൻ്റെ സെർവർ ചാർജ്, എത്രയായി നമുക്കിനി അടുത്ത മാസം നമ്മൾ എത്രയാണ് ഉപയോഗിക്കേണ്ടി വരിക, എത്രയായിരിക്കും നമുക്കിനി ചാർജ് വരിക, ഇതൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫണ്ട് ആഡ് ചെയ്തിടാം. ഞാനിപ്പോൾ ഇവിടെ ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും ഡിഡക്റ്റ് ആയി പോകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഫണ്ട് ആഡ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻവോയ്സസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ
ഈ ഒരു എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് തന്നെ ഞാൻ 2021 സ്റ്റാർട്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഷെയർഡ് ഹോസ്റ്റിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാനും ഫുൾ കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാനും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം സാധിക്കും. ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും വന്നില്ല, നിങ്ങളിപ്പോൾ കണ്ടതായിരിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് നമുക്ക് ക്ലൗഡ് ബേസിൽ ഒരു സെർവർ ചൂസ് ചെയ്ത് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക ഒരു സിംഗിൾ പേയ്മെൻറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ക്ലൗഡ് ബേസ് പ്ലാറ്റ്ഫോം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സപ്പോസ് അത് ഷെയർഡ് ഹോസ്റ്റിങ്ങിലാണ്, അതിന് പെർഫോമൻസ് ഒന്നും പോരായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുക. നിങ്ങൾ നല്ലൊരു ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യുക. നല്ലൊരു ക്ലൗഡ്, ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഓഷ്യൻ്റെ സെർവർ തന്നെ ചൂസ് ചെയ്ത് ക്ലൗഡ് ബേസ് പ്ലാറ്റ്ഫോം വഴി പോകാം. ഒരു ഹൈ എൻഡ് പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലൗഡോ ആമസോൺ ക്ലൗഡിലേക്കോ ഒക്കെ പോകാം. ഇത് ഓൾറെഡി അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡെവലപ്പേഴ്സോ നിങ്ങളുടെ വെബ് ഡെവലപ്മെൻറ്റ് കമ്പനിയോ ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ സജഷൻസ് വരും. പക്ഷേ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ക്ലൗഡ് സെർവറിൽ കിടക്കുന്നതിനേക്കാട്ടിലും നല്ലത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ക്ലൗഡ് സെർവറിൽ കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിനെ വെൽ എഫിഷ്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനിയുള്ള കാലത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 days നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഉണ്ട്. ക്ലൗഡ് ബേസിൽ ഒന്ന് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ക്ലൗഡ് ബേസ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. അതുകൂടാതെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവത്തില്ല എന്നല്ല, മേ ബി ഷെയർഡ് ഹോസ്റ്റിംഗ് മതിയല്ലോ, എന്തിനാണ് ഇത് എന്നുള്ളത്, ഇതിൻ്റെ ഹോസ്റ്റിങ്ങിൻ്റെ പ്രൈസിങ്ങിൽ എന്താണ് ഡിഫറൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാകും പലർക്കും. അപ്പോൾ നിങ്ങൾക്കത് ചോദിക്കാം, വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം, ഞാനതിന് റിപ്ലൈയും ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.